ഹായ് ഗായ്സ് ആൻഡ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സ്നേഹ്സ് ഡയറീസ്. ഇന്ന് നമ്മൾ പെട്ടെന്ന് 10 മിനിറ്റിൽ മുളകിട്ടൊരു കിളിമീൻ കറി റെഡിയാക്കാൻ പോവാണ് ഗായ്സ്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുടംപുളി വെള്ളത്തിലിട്ടത്, തക്കാളി, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക്, ചെറിയുള്ളി, പച്ചമുളക്, ഇത്ര ഐറ്റംസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ആൻഡ് ദെൻ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് ഉലുവയാണ്. ആൻഡ് അതൊന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചെറിയുള്ളി ആഡ് ചെയ്യണം. ഞാൻ ഏകദേശം ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതാണ് എടുക്കുന്നത്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, 4-5 ഇതള് വെളുത്തുള്ളിയും കൂടെ ക്രഷ് ചെയ്തിട്ടിട്ടു. ദെൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആൻഡ് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് ആ മസാലയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ഞാൻ അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഒരു വലിയ ടൊമാറ്റോയുടെ ജ്യൂസാണ് ആഡ് ചെയ്യുന്നത്. ഓൾസോ ഞാൻ അതിൻ്റെ കൂടെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച് 2 കുടംപുളിയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നമ്മളൊരു 3 to 5 മിനിറ്റ്സ് അടച്ച് വെക്കണം നന്നായിട്ട്. അപ്പോഴാണ് ഗൈസ് ഞാൻ ഓർത്തത്, ഇത്ര നേരമായിട്ട് ഞാൻ ഇതിൽ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. ദെൻ ഞാൻ ഉപ്പിട്ടു. പിന്നെ എനിക്ക് കൂടുതൽ ഫിഷ് ഫ്രൈ ആണ് ഇഷ്ടം. സോ ഞാൻ ഇതിലേക്ക് ഒരു 5 പീസ് ഫിഷ് മാത്രമേ ഇടുന്നുള്ളൂ. ഇത്ര തന്നെ ഞാൻ ആഡ് ചെയ്യാൻ കാരണം എനിക്ക് ഓഫീസ് കൊണ്ടുപോകാനുള്ളത് കൊണ്ടാണ്. എഗെയിൻ ഒരു 3 to 5 മിനിറ്റ്സും കൂടെ അടച്ചു വെച്ചിട്ട് നമുക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്കിതിൽ കടുക് പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യേണ്ടത്. സോ പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് കടുകും ചെറിയുള്ളിയും ഒരിതള് കറിവേപ്പിലയും ആണ് ഇടുന്നത്. അതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റിയാൽ മതി, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് അത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കണം. ആക്ച്വലി ഫിഷ് കറിയിൽ കടുക് പൊട്ടിച്ചൊഴിക്കാറുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എഗെയിൻ അത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഏതായാലും ഇത്രയായില്ലേ, ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഫിഷ് ഫ്രൈയും കൂടെ റെഡിയാക്കി എടുത്താലോ. ബാലൻസ് ഉണ്ടായിരുന്ന ഫിഷ് എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഉപ്പ് പാകത്തിന്, ആൻഡ് ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത്. ആക്ച്വലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിരിക്കും കൂടുതൽ ബെറ്റർ ആവുക. അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ കൂടി ഒഴിച്ചിട്ട് മസാല നന്നായിട്ട് ഫിഷിൽ മിക്സ് ചെയ്തെടുക്കണം. ആക്ച്വലി ഇതിൻ്റെ കൂടെ കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു 1/2 hour ബിഫോർ എങ്കിലും റെഡിയാക്കി വെക്കുന്നതായിരിക്കും നന്നായിരിക്കുക. എനിവേ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പാനൊന്ന് അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 തള് കറിവേപ്പില വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മസാല മിക്സ് ചെയ്ത ഫിഷ് ഓരോന്നും നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. എനിവേ പ്ലീസ് ഡോണ്ട് ലുക്ക് അറ്റ് മൈ പാൻ ഗൈസ്, ബിക്കോസ് എനിക്ക് ഫിഷ് ഫ്രൈ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് എനിക്കത് ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ മറിച്ചിടാൻ വേണ്ടി അറിയണ്ടായിരുന്നില്ല. സോ ഞാനിത് പഠിച്ച് ഇങ്ങനെ ആയതാണ്. ചെറിയൊരു ഗാർണിഷിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് മീ ഫോർ മോർ വീഡിയോസ്. ബൈ, സീ യു ദെൻ.